ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി നോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേജ്ഡ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. ഇതൊരു കുഞ്ഞു പോമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോമാണ്. ഈ പോത്തിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ തന്നെ ഇതിന്റെ പോയറ്റിക് ഡിവൈസസ്, റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫ്രീ ബേർഡിനെയാണ്. അത് സന്തോഷത്തോടു കൂടി സ്കൈയിൽ ഇങ്ങനെ പറക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് കാറ്റിന്റെ ഇടയിലൂടെ പോകുന്നു, ഡൈവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഫ്രീ ആണ് ആള്. അതുപോലെ അതിന് എവിടെയൊക്കെ പോകണോ അവിടെ എല്ലാം അത് പോകുന്നുണ്ട്. അത് സൺലൈറ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു. അതുപോലെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ആ ഒരു സ്കൈ മൊത്തം അവന്റെ സ്വന്തം, ആ ഒരു ബേർഡിന്റെ സ്വന്തമാണെന്നുള്ള ഒരു ഫീലും വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഫസ്റ്റത്തെ സ്റ്റാൻസ. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു കേജ്ഡ് ബേർഡ് ആണ്. കേജ്ഡ് ബേർഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച പക്ഷിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് വളരെ ചെറിയൊരു കൂട്ടിലാണ് കഴിയുന്നത്. അതുപോലെ തന്നെ അതിന്റെ വിങ്സ്, ചിറകുകളൊക്കെ മുറിച്ചിട്ടുണ്ട്, കാലുകൾ ടൈ ചെയ്തിട്ടുണ്ട്, അതായത് കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാൻ കഴിയുന്നത് പാട്ട് പാടുന്നതാണ്. ഓക്കെ, അതങ്ങനെ പാടുകയാണ് ചെയ്യുന്നത്. അതിനാകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പാട്ട് പാടാൻ കഴിയാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പാട്ട് പാടുകയാണ് ചെയ്യുന്നത്. കേജ്ഡ് ബേർഡിന് ആകെ ചെയ്യാൻ പറ്റുന്നത് പാടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, വളരെ വിഷമത്തോടു കൂടിയാണ് പാടുന്നത്. ബട്ട് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുമാണ് പാടുന്നത്. അത് ഫ്രീഡത്തിനെ പറ്റിയാണ് പാടുന്നത്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ കേജ്ഡ് ബേർഡ് ഈ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും അത് പാടുന്നത് എന്താണ്, ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു ഡീപ്പ് ഡിസയർ, അത്രയും അതിനോടുള്ള ആ ഒരു ആഗ്രഹം, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആഗ്രഹമാണ് അത് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ഫ്രീ ബേർഡിനെ പറ്റിയിട്ടാണ്. ഫ്രീ ബേർഡ് അതിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സങ്കടങ്ങളും വെറീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അത് സന്തോഷത്തോടെ ആസ്വദിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാറ്റും മരങ്ങളും ഭക്ഷണവും എല്ലാം അതിന് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശം മുഴുവനും തൻ്റെതാണെന്നുള്ള ആ ഒരു കരുതലാണ് ആർക്കുള്ളത്, ഫ്രീ ബേർഡിന് ഉള്ളത്. പോയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് കേജ്ഡ് ബേർഡിന്റെ കാര്യമാണ്. അതായത് കേജ്ഡ് ബേർഡിന്റെ ഡ്രീംസ് ഒക്കെ ഡിസ്ട്രോയിഡ്, അതായത് ഒക്കെ നശിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന് ട്രാപ്പ് ആയ പോലെയും ഹോപ്പ്ലെസ് ആയ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ട്രാപ്പ് ആവാന്ന് പറഞ്ഞാൽ കുടുങ്ങിയിരിക്കുക, അതുപോലെ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ ഇല്ലാതിരിക്കാം, പ്രതീക്ഷയൊക്കെ നശിച്ച ഒരു അവസ്ഥ. അതുപോലെ അതിന് എസ്കേപ്പ് ആവാൻ പറ്റാതെ, രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് അതിന്റെ പെയിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, പാട്ടിലൂടെയാണ്. അത് പാട്ട് പാടിയിട്ടാണ് അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും അതിന്റെ ആഗ്രഹങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് ഈ സോങ്ങിലൂടെയാണെന്നാണ് പറയുന്നത്. ഇത് റിപ്പീറ്റേഷൻ ആണല്ലേ ഈ സ്റ്റാൻസ. പോയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണെന്ത്, ഈ കേജ്ഡ് ബേർഡ് എന്തിനെ പറ്റിയാ പാടുന്നത്, ഫ്രീഡത്തിനെ പറ്റിയിട്ട്. ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ് ആര് പാടുന്നത്, കേജ്ഡ് ബേർഡ്. കാരണം അത്രയും അതിന് ആഗ്രഹമുണ്ട് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് ട്രാപ്പായിട്ടാണ് ഉള്ളതെങ്കിൽ കൂടിയിട്ടും അതിനൊരു ഹോപ്പ് ഉണ്ട്, എന്ത്, ഫ്രീഡം നശിക്കില്ല, എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീഡം കിട്ടും എന്നുള്ള ആ ഒരു ഹോപ്പ് ആർക്കുണ്ട്, നമ്മുടെ പക്ഷിക്കുണ്ട്. അപ്പൊ അത് പറഞ്ഞ ഇത്രയാണ് നമ്മളെ ഈ ഒരു പോം വരുന്നത്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ഈ കവിത സ്വതന്ത്ര പക്ഷിയെയും അതുപോലെ തന്നെ കേജ്ഡ് ബേർഡും, ഫ്രീ ബേർഡിനെയും കേജ്ഡ് ബേർഡിനെയും എന്താണ് കമ്പയർ ചെയ്തുകൊണ്ടാണ് അല്ലെ ഈ പോം ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഫ്രീഡം എന്ന് പറഞ്ഞ ഈ സ്വാതന്ത്ര്യം എത്രത്തോളം സന്തോഷം നൽകുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നാല് നമ്മൾ അടിച്ചമർത്തുന്ന സമയത്ത് എത്രത്തോളം വേദന ഉണ്ട് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ പോയറ്റിക് ഡിവൈസസ്, സമ്മറി, ഷോർട്ട് നോട്ട് കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.